കുന്നംകുളത്തെ പോലീസ് മർദ്ദനത്തിൽ ആഭ്യന്തര വകുപ്പിനെ രൂക്ഷമായി വിമർശിച്ച് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടിയും രംഗത്തെത്തി. പോലീസിനെ കയറൂരി വിട്ടിരിക്കുന്നുവെന്നാണ് പരിഹാസം. സസ്പെൻഷൻ നടപടികൾ പോലീസ് ഉദ്യോഗസ്ഥരെ തലോടലാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ സുജിത്തിനെ മർദ്ദിച്ചതിനെതിരെ ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. കാര്യങ്ങൾ അത്ര എളുപ്പം പോവൂല. എന്തൊരു ഭീകരമായ മർദ്ദനമാണ്. ആ ദൃശ്യം കാണുന്ന ആർക്കും വലിയ രോഷം വരും. കാരണം ഇങ്ങനെയൊക്കെ കേരളത്തിൽ നടക്കും. പ്രാകൃത യുഗത്തിൽ നടക്കുന്ന സംഗതികളാണ്. നമ്മൾ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ CPയുടെ കാലത്തൊക്കെ ഉണ്ടായിരുന്ന മർദ്ദനം എന്നൊക്കെ. ഇതെന്താ ഇത് കയറൂരി വിട്ട പോലെയാണ്. ഇപ്പോൾ ഇത് CCTV ദൃശ്യങ്ങളുടെ മുമ്പിൽ വന്നതുകൊണ്ട് എല്ലാവരും കണ്ടു. അപ്പോൾ ബിഹൈൻഡ് ദി കർട്ടൻ എന്തൊക്കെ നടക്കുന്നുണ്ടാവും. കൊടും ക്രൂരത ആണ് ഈ ദൃശ്യം കണ്ട ആർക്കും ഫീൽ ചെയ്യുക. ശക്തമായ നടപടി ആവശ്യമാണ്. ശാശ്വത പരിഹാരം വേണം. ഇതൊരു തലോടലാണ്. UDF തീർച്ചയായിട്ടും അതാലോചിക്കും. ശാശ്വത പരിഹാരമാണ്. ഞങ്ങളെ മാനിഫെസ്റ്റോ തന്നെ വെക്കണം. പോലീസിലൊരു വിഭാഗം ജനസൗഹൃദമായാൽ പോരാ. ജനസൗഹൃദ പോലീസ് എന്നൊക്കെ പറഞ്ഞാൽ പോലീസ് തന്നെ ജനസൗഹൃദം കണ്ടാണല്ലോ. അവരിൽ ഒരു വിഭാഗത്തെ പ്രത്യേകം തിരഞ്ഞെടുത്ത് അവരെ സൗഹൃദമാക്കാൻ ട്രെയിനിങ് കൊടുക്കുകയല്ല വേണ്ടത്. മുഴുവൻ പോലീസിൻ്റെ നയവും ഈ കാര്യത്തിൽ മാറണം. ഇപ്പോൾ ഉള്ള ഈ സ്ഥിതി മാറ്റം വരുത്താൻ ആവശ്യമായ നടപടികൾ തീർച്ചയായിട്ടും UDF ആലോചിക്കും. ഞങ്ങൾ ആ വിഷയം പോലീസിലെ പരിഷ്കാരം ഒരു ഐറ്റമായി തന്നെ കൊണ്ടുവരാൻ ഞങ്ങൾ ചർച്ച നടത്തും. അല്ല, ഇത് ഞാനതാ പറഞ്ഞത്. ഇത് CCTV മുമ്പിൽ വന്നതുകൊണ്ട് നാട്ടുകാർ കണ്ടു. ഇത് ഒറ്റപ്പെട്ടതാണോ എന്നുള്ളത് ആർക്കറിയാം. പക്ഷേ ഒരുപാട് ഒറ്റപ്പെട്ട സംഭവങ്ങളാവുമ്പോൾ അത് പിന്നെ എല്ലാ ദിവസമുള്ള സംഭവമായി മാറുമല്ലോ. അത് കേൾക്കുന്നവരിപ്പോൾ ഒറ്റപ്പെട്ട എന്ന് പറയുന്നത് തന്നെ പരിഹാസമായി മാറിയിട്ടുണ്ട്. വേണ്ടത്ര പരിഹാസം ഗവൺമെൻറ്റിന് അതിൻ്റെ പേരിൽ കിട്ടിക്കഴിഞ്ഞു. ഇപ്പോൾ പിന്നെ നോവലെഴുത്തുകാർക്കും കഥയെഴുത്തുകാർക്കൊക്കെ രക്ഷാപ്രവർത്തനം ഒരു പദപ്രയോഗമാണ്. തലക്കടിച്ച് പിന്നെ അവിടെ അവശയാക്കി ഇട്ടിട്ട് ഇത് രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് ഗുണ്ടകൾ പോകുന്ന കാഴ്ച നമ്മൾ കാർട്ടൂണിലൊക്കെ ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പരിഹാസ്യമായ ഒരു നടപടിയാണിത്. മാത്രമല്ല ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേരാത്ത നടപടിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മർദ്ദന മുറകൾ കൂടെ വരുമ്പോൾ പിന്നെ അത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഇത് നിത്യസംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് വിടും. ഞങ്ങൾ തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ UDF ശക്തമായി പ്രതിഷേധിക്കും. നിയമസഭയിൽ ഈ വിഷയം ഞങ്ങൾ പറയും. ഒരു സംശയമില്ല. ഈ വക മർദ്ദന മുറകൾ അനുവദിക്കാനേ ഒക്കില്ല. അഷ്കറിലെ കരിമ്പയുണ്ട് നമുക്കൊപ്പം. അഷ്കറിലെ കരിമ്പ, UDF ശക്തമായ പ്രതിഷേധത്തിനൊരുങ്ങുന്നു എന്ന സൂചനയല്ലേ പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണത്തിൽ വായിച്ചെടുക്കേണ്ടത്? അരുൺ, തീർച്ചയായും ഗുഡ് മോർണിംഗ്. വലിയ രോഷമാണ് ഇപ്പോൾ പി.കെ. കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള പ്രകടിപ്പിക്കുന്നത്. കാരണം പോലീസ് നടത്തിയ മർദ്ദനം, ആ ദൃശ്യങ്ങൾ കണ്ട പോലെയുള്ള അതിക്രൂര മർദ്ദനം, അത് പ്രാകൃതമായിട്ടുള്ള ഒരു പോലീസിൻ്റെ നടപടിയാണ്. പോലീസിനെ തന്നെ സർക്കാർ കയറൂരി വിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ശക്തമായ പ്രക്ഷോഭവുമായി UDF രംഗത്ത് വരുന്ന നിയമസഭയിലടക്കം വിഷയം ശക്തമായി ഉയർത്തിക്കൊണ്ടുവരുമെന്നാണ് ഇപ്പോൾ മുസ്ലിം ലീഗിന് നിലപാടായിക്കൊണ്ട് തന്നെ ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള പി.കെ. കുഞ്ഞാലി വ്യക്തമാക്കുന്നത്. മാത്രമല്ല ആ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ ആർക്കും വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട്. എപ്പോഴും സർക്കാർ ഇതിനെ ന്യായീകരിക്കുന്നത് ഒറ്റപ്പെട്ട സംഭവം എന്നാണ്. പക്ഷേ ഈ ദൃശ്യങ്ങൾ കണ്ടത് മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നത്. അങ്ങനെയെങ്കിൽ കർട്ടന് പിറകിൽ ഇങ്ങനെ എത്ര സംഭവങ്ങൾ നടക്കുന്നുണ്ടാകും എന്നുള്ളതാണ് പി.കെ. കുഞ്ഞാലിക്കുട്ടി ഉയർത്തുന്ന ചോദ്യം. അങ്ങനെയെങ്കിൽ ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയുന്ന സർക്കാരിൻ്റെ ന്യായീകരണം തന്നെ അതൊരു പരിഹാസ്യമാവുന്ന അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു. മാത്രമല്ല, നേരത്തെ മുഖ്യമന്ത്രിയുടെ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ടുണ്ടായ രക്ഷാപ്രവർത്തനം എന്നുള്ളൊരു വിവാദം, ആ വിവാദത്തെക്കുറിച്ച് പി.കെ. കുഞ്ഞാലിക്കുട്ടി പ്രതികരിക്കുകയുണ്ടായി. ഓരോ ഘട്ടങ്ങളിലും ഇത്തരത്തിലുണ്ടാകുന്ന സംഭവങ്ങളെ സർക്കാർ ന്യായീകരിക്കുമ്പോൾ അതൊക്കെ തന്നെ അവസാനം ഒരു പരിഹാസ്യ വാക്കുകളെ ഉപയോഗിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഒരു മനുഷ്യനെ ക്രൂരമായി ഗുണ്ടകൾ തല്ലി അവശയാക്കി റോട്ടിലിട്ട് പോകുന്ന പ്രയോഗത്തിനെയാണ് ഇപ്പോൾ ആളുകൾ രക്ഷാപ്രവർത്തനം എന്ന പരിഹാസ്യമായി ഉപയോഗിക്കുന്നത്. ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് പോലീസ് നടത്തിയിരിക്കുന്ന അതിക്രൂരമായ മർദ്ദനമാണ്. അവരെ സസ്പെൻഷൻ അടക്കമുള്ള ഏതെങ്കിലും തലോടലുകളല്ല അവർക്കെതിരെ വേണ്ടത്. ശക്തമായ നടപടികൾ തന്നെ സർക്കാർ സ്വീകരിക്കണം. അതല്ല എങ്കിൽ ശക്തമായ പ്രതിഷേധമായി UDF രംഗത്തുണ്ടാകും എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഇപ്പോൾ പി.കെ. കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ നൽകുന്നത്. സ്വാഭാവികമായും UDF പല വിവാദങ്ങളിലൂടെ UDF കടന്നു പോകേണ്ട ആഴ്ചകളായിരുന്നു, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ഉണ്ട്. പക്ഷേ നിലവിൽ ഉയർന്ന വിഷയത്തെ അത് അവരുടെ തന്നെ ആത്മാഭിമാനത്തെ സ്പർശിക്കുന്ന രീതിയിലേക്ക് ഈ ദൃശ്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഒറ്റക്കെട്ടായിക്കൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇറങ്ങി രാഷ്ട്രീയമായി പ്രതിരോധിക്കുക. അതോടൊപ്പം തന്നെ പോലീസിനെതിരെ ശക്തമായുള്ള ജനവികാരത്തെ പിന്തുണയ്ക്കുന്ന ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാഷ്ട്രീയമായി തന്നെ ഇതിനെ ഏറ്റുപിടിക്കാൻ UDF തയ്യാറാവുന്നത്. മുസ്ലിം ലീഗും ആ ഒരു രീതിയിലേക്കുള്ള നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. അരുൺ, താങ്ക് യു. അഷ്കറിലെ കരിമ്പയാണ് വിവരങ്ങൾ നൽകിയത്. തീർച്ചയായിട്ടും പ്രതിഷേധമുണ്ടാവണം. ആ കാക്കിയിട്ട നരാധപന്മാർ സർവീസിലുണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. സുജിത്തിന് നീതി കിട്ടിയേ മതിയാവൂ. കാര്യം ഇന്ന് സുജിത്താണെങ്കിൽ നാളെ മറ്റൊരാൾ.